നമ്മുടെ മൈൻഡെല്ലാം നമ്മുടെ ബ്രെയിനൊക്കെ നമ്മൾ കണ്ണിൽ കാണുന്ന സാധനങ്ങളെല്ലാം അവർ വാരിക്കൊണ്ടിരിക്കും. അവരെ കൊണ്ട് നമുക്ക് നല്ല കാര്യം കേൾക്കുന്നിടത്ത് പോയി കൊണ്ട് ഇരുത്തുക എന്നുള്ള പരിപാടി നമ്മൾ കോൺഷ്യസ് ആയിട്ട് നമ്മൾ ചെയ്യണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെ ചുമ്മാ ഇരിക്കത്തില്ല. മൈൻഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ഓരോ സാധനം മൈൻഡ് എപ്പോഴും മാഗ്നറ്റാന്ന് പറയും. അതിങ്ങനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സാധനമാണ്. അപ്പോൾ അതിനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ സോഫ്റ്റ്വെയർ ചെയ്യണം നമ്മൾ തീരുമാനിച്ച്. അല്ലെ ആരെങ്കിലും കയറി സോഫ്റ്റ്വെയർ ചെയ്യും. സോഫ്റ്റ്വെയർ ചെയ്യാതിരിക്കത്തില്ല. അല്ലെ ആരെങ്കിലും രാഷ്ട്രീയക്കാരോ അല്ലെ ഏതെങ്കിലും നമ്മളിന്ന് ഇഷ്ടംപോലെ ജങ്ക് വാർത്തകൾ അവൈലബിളാണ്. രാവിലെ ടി വിയൊക്കെ ഓൺ ചെയ്യാൻ നമുക്ക് പേടിയാണ്. രാവിലെ എവിടെ നിന്നാണ് ഇതുപോലത്തെ വാർത്തകൾ കൊണ്ട് വരുന്നതെന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചു പോകുന്നത്. അതിൻ്റെ അർത്ഥം ഇവിടെ ഈ നെഗറ്റീവ് വാർത്ത നമ്മൾക്കിപ്പോൾ തോന്നുന്നു ടി വി തുറക്കാൻ പറ്റിയില്ല, മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ ഈ വാർത്തകളാണ് കേൾക്കുന്നതെന്ന് പലപ്പോഴും പല ആൾക്കാർക്കും തോന്നാറുണ്ട്. അതിൻ്റെ അർത്ഥം ഈ വാർത്തകളും അതുപോലത്തെ വാർത്തകൾ മാത്രമേ ഇവിടെ സംഭവിക്കുന്നുള്ളൂ. അല്ല, നല്ല വാർത്തകൾ ഇഷ്ടംപോലെ നാട്ടിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അവരാരും കവർ ചെയ്യത്തില്ല. കാരണം അവരെ സംബന്ധിച്ച് ന്യൂസ് വാല്യൂ ഉണ്ടാകുന്നത് നെഗറ്റീവ് വാർത്ത കവർ ചെയ്താൽ മാത്രമേ ഉള്ളൂ. നെഗറ്റീവ് വാർത്തയോട് മനുഷ്യന് നമ്മളറിയാതെ നെഗറ്റീവിനോട് നമുക്കൊരു അട്രാക്ഷൻ ഉണ്ട്. ഈ സാധനത്തിനെ യൂട്ടിലൈസ് ചെയ്താണ് അവരവരുടെ ബിസിനസ് നടത്തുന്നത്. എപ്പോഴും ചാനലുകളും മാധ്യമങ്ങളൊക്കെ നടത്തുന്നത് പറഞ്ഞാൽ ഈ മനുഷ്യൻ്റെ നെഗറ്റീവ് വികാരങ്ങൾ ആണ് അവർ സെല്ല് ചെയ്യുക. അവരത് ക്യാപിറ്റലൈസ് ചെയ്യുന്നതാണ്. അവരുടെ പ്രോഡക്റ്റ് അവരുണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും ഇത്രയും ഒരാൾ ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ മരിച്ചു, ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ഒട്ടനെ അവരുടെ അമ്മയുടെയും ആ വീട്ടിലുള്ളവരുടെ വികാരം അന്നേരം കണ്ണുനീർ ഓരോ തുള്ളി വീഴുന്നത് ക്ലോസപ്പ് എടുക്കാൻ പോകുന്ന ഒരു പക്ഷേ ഇവിടുത്തെ നമ്മുടെ മാധ്യമങ്ങൾ മാത്രമേ ഉള്ളൂ. വളരെ നിലവാരം കുറഞ്ഞ റിപ്പോർട്ടിങ്ങാണ്. ഇതൊന്നും വേറൊരു സ്ഥലത്തും പല രാജ്യങ്ങളും അലൗഡല്ല. ഇതൊന്നും നമ്മുടെ ഇവിടുന്ന് യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാതെ പോകുന്ന സാധനങ്ങളാണ്. ഇത് മുഴുവൻ നമ്മൾ കണ്ടിട്ട് അവരുടെ ഒരു കരയാൻ പോലും ഫ്രീഡം, അതായത് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ മരിച്ചാലൊന്ന് കരയാൻ പോലുള്ള ഫ്രീഡം പോലും, അതിന് പോലും ഒരു പ്രൈവസി കൊടുക്കില്ലാത്ത ഒരു ഇതാണ്. മറ്റ് പല രാജ്യങ്ങളിലും ഒരു മരണം ഉണ്ടായാൽ തന്നെ അവരുടെ ആ ഡെഡ് ബോഡി അവരുടെ ക്ലോസ് റിലേറ്റീവ്സിന് വേണ്ടി ടോട്ടലി സെപ്പറേറ്റ് ആയിട്ടൊരു മുറിയിൽ കൊടുക്കും. അവരുടെ ഏറ്റവും ഒരു ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം ഒരു പേഴ്സണൽ ടൈമാണത്. അവിടെ കയറി വേറെ ആരും കയറി ഇടപെടുകയല്ല. അവരുടെ ഒരു ബോഡി കാണാൻ തന്നെ ഒരു ടൈം വെക്കും. ആ ടൈമിൽ നാളെ 10 മണിക്കെന്ന് പറഞ്ഞാൽ നാളെ 10 മണി മുതൽ 11 മണി വരെയുള്ള സമയമാണ് പബ്ലിക്കിന് കാണാനുള്ളത്. ആ പബ്ലിക്ക് ക്യൂ ആയിട്ട് നിന്ന് ഓരോരുത്തർ വന്ന് ആ ബോഡി കണ്ടിട്ട് അവർക്കുള്ള അനുശോചനം അറിയിച്ചിട്ട് പോകുക, അല്ലെങ്കിൽ ബൊക്കെ വെച്ചിട്ട് പോകുക എന്നല്ലാതെ നമ്മുടെ അപ്പോൾ ഇവിടുത്തെ ഒരു ടോട്ടൽ കൾച്ചർ ഇതുപോലെ പറഞ്ഞാൽ പല കാര്യങ്ങളിലും നമ്മുടെ നിയന്ത്രണത്തിലല്ല ഇവിടെ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുള്ളവരും മനസ്സിലാക്കുക. ഇത് നമ്മുടെ എല്ലാ വിഷയങ്ങളും നമ്മൾ ശ്രദ്ധിച്ചറിയാം. അസുഖമായിട്ട് കിടന്ന് ആശുപത്രി കിടന്നാൽ മറ്റു പല രാജ്യങ്ങളിലും ഡെവലപ്ഡ് കൺട്രീസിലൊന്നും നമ്മുടെ ആരോഗ്യം എന്താണ്, ആരോഗ്യത്തിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് വേറൊരാളോടൊരു ഡോക്ടർ ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. കംപ്ലീറ്റ്ലി പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. കംപ്ലീറ്റ്ലി കോൺഫിഡൻഷ്യലായിട്ട് സൂക്ഷിച്ചില്ല ആ ഡോക്ടർക്കെതിരെ നമുക്ക് സ്യൂട്ട് ഫയൽ ചെയ്യാം. ഇവിടെ നേരെ തിരിച്ചാണ്. അതായത് നമ്മളോട് മാത്രം രോഗിയോട് മാത്രം പറയുകയല്ല, നാട്ടുകാരോടാണ് ഡോക്ടർ വിശദീകരിക്കുന്നത്. ഈ നാട്ടുകാരെല്ലാവരും കൂടി രോഗിയെ കാണാൻ വരുന്നത് നെഞ്ചത്തടിച്ച് കരയുന്നു. എന്നാലും എൻ്റെ മോനെ നിനക്കിത് വന്നല്ലോ എന്ന് പറഞ്ഞ് അവർ നെഞ്ചത്തടിച്ച് കരയുമ്പോഴാണ് രോഗി എല്ലാവരും മുമ്പിൽ നോക്കുന്നത്. കാരണം നാട്ടുകാർ മുഴുവനും അറിഞ്ഞു കാരണം നമ്മുടെ ഹെൽത്തിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ള കാര്യം നമ്മുടെ ബാങ്കിലെ അക്കൗണ്ടിലെ ഡീറ്റെയിൽസ് വേറെ ആളോട് ഷെയർ ചെയ്യുന്ന പോലെ അത്രയും ഗുരുതരമായ ഒരു ബാങ്കിലിരിക്കുന്ന ഒരാൾ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ബാങ്കിലെ ബാലൻസൊക്കെ പോയി വേറെ ആൾ പോയി ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും ഗുരുതരമായ കുറ്റമാണ് നമ്മുടെ ഒരു ആരോഗ്യത്തിനെക്കുറിച്ചോ ഹെൽത്തിനെക്കുറിച്ചും വേറൊരാളോട് ഡിസ്കസ്. നമുക്ക് താല്പര്യമുണ്ടല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. നമ്മുടെ കംപ്ലീറ്റ്ലി നമ്മുടെ ഡിസിഷനകത്തുള്ള ഒരു സാധനമാണ്. പക്ഷേ ഇതൊന്നും നമ്മുടെ നാട്ടിൽ ഇതിനൊന്നും യാതൊരു നിയന്ത്രണങ്ങളോ യാതൊരു സാധനങ്ങളോ ഇല്ല. അപ്പോൾ എപ്പോഴും നമ്മൾ അറിയേണ്ടത് നമ്മളെക്കുറിച്ച് നമ്മൾ കൃത്യമായ ബോധവാനായിരിക്കണം. നമ്മളെന്താണ് ചെയ്യേണ്ടതെന്ന് പൂർണ്ണമായിട്ടും നമ്മുടെ നിയന്ത്രണത്തിലാണെങ്കിൽ മാത്രമേ നമുക്കൊരു നല്ല ലൈഫ് ആകൂ.